ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 132. നമ്മൾ മണ്ഡലം 1 അനുഭാഗം 13 74ാമത്തെ സൂക്തമാണ്. ഇതിൽ ദേവത അഗ്നിയാണ്. അഗ്നി എന്നത് ഊർജമായിട്ട് കാണുന്നു. എല്ലാ തരത്തിലുള്ള ഊർജവും വെളിച്ചവും എല്ലാം അഗ്നിയാണ്. അപ്പോൾ അഗ്നിയായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പം നമുക്ക് ഒന്നിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 74 1. ഋഷി രാഹുഗുണ പുത്രൻ ഗൗതമൻ ദേവതാഗ്നി ഛന്ദസ് ഗായത്രി. ഉപപ്രയന്തോ അധ്വരം മന്ത്ര ഓജേമാഗ്നയേ ആരേ അസ്മേ ച ശൃണ്വതേ. വളരെ ദൂരെ നിന്നുപോലും സ്തുതികൾ കേൾക്കുന്ന അഗ്നിയെ യാഗസ്ഥലത്തിന് സമീപം ചെന്ന് സ്തുതിക്കാം. ദൂരെ നിന്ന് പോലും സ്തുതികൾ കേൾക്കുന്ന അഗ്നിയെ യാഗസ്ഥലത്തേക്ക് വെച്ച് സ്തുതിക്കുക. സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളാണ്. ഇതിലെ ആധുനിക സയൻസാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ അഗ്നി അപ്പം അവിടെ വരും. അത് എവിടെയായാലും വരും. ഉദാഹരണമായിട്ട് ചന്ദ്രനിൽ വെച്ച് നമ്മൾ തീ കത്തിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും. വീട്ടിൽ വെച്ച് കത്തിക്കുകയാണെങ്കിൽ എവിടെയും അഗ്നി എവിടെയും പ്രത്യക്ഷപ്പെടും. പക്ഷേ എവിടെ വെച്ച് നമ്മൾ സ്തുതിക്കണം? യാഗസ്ഥലത്ത് വെച്ച് സ്തുതിച്ചാൽ മാത്രം മതി. എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അടുപ്പിൽ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ അഗ്നിയെ സ്തുതിച്ചാൽ, സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നി ഉണ്ടാകേണ്ട സാധനങ്ങൾ ശാസ്ത്രീയമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അഗ്നി അവിടെ പ്രത്യക്ഷപ്പെടും. കാറിൻ്റെ അകത്ത് എൻജിൻ്റെ അകത്ത് അഗ്നി വരികയാണ്. അതാണ് പിസ്റ്റണെ തള്ളുന്നത്. അപ്പോൾ എവിടെ അഗ്നി വരണോ ആ സ്ഥലത്ത് അഗ്നിയെ സ്തുതിച്ചു കഴിഞ്ഞാൽ അഗ്നി അവിടെ വരും. ഇനി രണ്ടാമത്തെ മന്ത്രം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 74 2. യാ സ്നേഹിതീഷു പൂർവ്യാ സംജഗ്മമാനാസു കൃഷ്ടിസു അരക്ഷദാശുഷേഗയം. ഹിംസകരരായ പ്രജകൾ ഏകത്രിതരായി തീരുമ്പോൾ യജമാനന്റെ ഭവനം രക്ഷിക്കുന്ന അഗ്നിയെ നമുക്ക് സ്തുതിക്കാം. ഹിംസകാരികളായ പ്രജകൾ ഏകത്രിതനാകുമ്പോൾ യജമാനൻ്റെ മാനം രക്ഷിക്കാൻ അഗ്നിയെ സ്തുതിക്കുക. യജമാനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ രാജ്യത്തിൽ, ഇപ്പം രാജാവ് യജമാനനാകാം, നമ്മുടെ സ്ഥാപനത്തിൻ്റെ തലവൻ യജമാനനാകാം, സർക്കാർ തന്നെ യജമാനനാകാം. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ യജ്ഞം ചെയ്യുമ്പോൾ ഹിംസകാരികളായ പ്രജകൾ, അപ്പം ജനങ്ങൾ, ഒരു വിഭാഗം ജനങ്ങൾ, ഹിംസകാരികളായ ജനങ്ങൾ ഏകത്രിതൻ എന്ന് പറയുന്നത് അസുരന്മാരുടെ ഒരു അസുരനാണ്. അവരെല്ലാം ഒന്നിച്ചു ചേർന്നിട്ട് ആ യജ്ഞത്തിനെതിരായി, ആ യജമാനെതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പോൾ ആരാണ് അവരെ ഇല്ലാതെ ചെയ്യുന്നത്? അഗ്നിയാണ്. അതായത് അഗ്നി എന്നാണ് പറഞ്ഞാൽ ഊർജം. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? അവനവൻ്റെ ശക്തി ഉപയോഗിക്കുക മാത്രമേ ഉള്ളൂ, അല്ല വേറെ വഴികളൊന്നുമില്ല. എല്ലാവരും കൂടി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്ന് വെച്ചോളൂ. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മളെ മാനം രക്ഷിക്കാൻ വഴി എന്താണ്? നമ്മൾ ശക്തി ഉപയോഗിച്ചിട്ട് തന്നെ അതിനെ നേരിടുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ചിലപ്പോൾ തോക്കുണ്ടെങ്കിൽ തോക്ക് ഉപയോഗിച്ചിട്ട് വെടി വെച്ചിട്ട് രക്ഷപ്പെടാം. നമ്മളെ മേലെ തോക്കുണ്ടെങ്കിൽ ആ തോക്ക് എന്താണ്? അഗ്നി തന്നെയാണ്. അല്ലെങ്കിൽ വല്ല ബോംബും ഉണ്ടെങ്കിൽ ബോംബിൽ കഴിച്ച് ഇപ്പം ഞാൻ പൊട്ടിക്കുക എല്ലാവരും ചേർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറിക്കോളും. അപ്പം ബലം, ഊർജം, ശക്തി, അതായത് അഗ്നിയുടെ സഹായത്താൽ മാത്രമേ നമുക്ക് അത്തരം ഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് അത്തരം ഘട്ടങ്ങളിൽ നമ്മളെ മാനം, അല്ലെങ്കിൽ യജമാനൻ്റെ മാനം രക്ഷിക്കേണ്ടത്. ഇനി മൂന്നാമത്തേത് ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 74 3. ഉദ ബ്രുവന്തു ജന്തവ ഉഗ്നീർ വൃത്രഹാജനീ ധനഞ്ജയോ രണേ രണേ.
അഗ്നി ശത്രുനാശകനും യുദ്ധത്തിൽ ധനം ജയിച്ചെടുക്കുന്നവനുമാണ്. അവൻ്റെ വിജയം നമുക്ക് ആഘോഷിക്കാം. അഗ്നി ശത്രുനാശകനാണ്. അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ ശത്രു എന്ന് പറഞ്ഞാൽ എതിർപ്പ്, തടസ്സങ്ങൾ, എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരൊറ്റ വഴി എന്തേ ഉള്ളൂ? നമ്മൾ ഊർജം ഉപയോഗിച്ച്, ശക്തി ഉപയോഗിച്ചിട്ട്, അഗ്നി എന്ന് പറയുമ്പോൾ ശക്തിയാണ്, ഊർജമാണ്. അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യുക, എന്തെങ്കിലും അതിന് എതിരായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യുക. യജ്ഞങ്ങൾ ചെയ്യുമ്പോഴും എതിർപ്പുകളുണ്ടാകും. ആ എതിർപ്പുകളെയെല്ലാം അഗ്നിയാണ് റിമൂവ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ചോറ് വെക്കുമ്പോൾ അരി എതിർക്കുന്നുണ്ട് പദം വരുന്നതിന്, പക്ഷേ അഗ്നിയാണ് അതിനെ, ആ എതിർപ്പുകളെയെല്ലാം ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഊർജത്തിൻ്റെ സഹായത്താൽ, ശക്തി ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും. യുദ്ധത്തിൽ ധനം നേടിത്തരും. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രതിബന്ധങ്ങളെ, തടസ്സങ്ങളെ തട്ടി നീക്കിയിട്ട് മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ധനം കിട്ടും. ഏത് കർമ്മം ചെയ്യുമ്പോഴും ദർ ഈസ് എ റിയാക്ഷൻ, ഒരു എതിർപ്പുണ്ടാവും. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ തട്ടി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യത്തിലേക്കെത്തും. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നേടാനായിരിക്കുമല്ലോ. അതിലൂടെ ധനവും നേടിത്തരും. അവൻ്റെ വിജയം നാം ആഘോഷിക്കുക. അവിടെ ആരുടെ വിജയമാണ് ആഘോഷിക്കുന്നത്? ആ അഗ്നിയുടെ, ഊർജത്തിൻ്റെ. നമ്മൾ കാര്യങ്ങളെല്ലാം നേടുന്ന ഊർജത്തിൻ്റെ സഹായത്താലാണ്. അപ്പോൾ ഒരു പാറ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഊർജം, ബലം ഉപയോഗിച്ചിട്ടാണ് അതിനെ പൊട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ അവൻ്റെ വിജയം തന്നെയാണ് ആഘോഷിക്കേണ്ടത്. ഏത് കർമ്മം ചെയ്യുന്നതും ഊർജത്തിൻ്റെ, എനർജിയുടെ, ശക്തിയുടെ ബലത്താലാണ്. ആ ശക്തിയെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ഇനി നാലാമത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 74-4. യസ്യ ദൂതോ അശിക്ഷയേ വേഷി ഹവ്യാനി വീതയേ ദസ്മത്കൃണോഷ്വ അധ്വരം. ഏത് വീടിൻ്റെ ദൂതനായി അഗ്നി ദേവതകൾക്ക് വേണ്ടി ഹവിസ്സിനെ വഹിക്കുന്നുവോ ആ ഭവനത്തിൽ യജ്ഞം അഭീഷ്ടദായകമാണ്. വീടിൻ്റെ ദൂതനായി ഹവിസ് ദേവകൾക്കായി വഹിക്കുന്നു. അഗ്നി ദൂതനായിട്ട് ഹവിസ് വഹിച്ചു കൊണ്ടുപോകും. ഹവിസ് എന്ന് പറയുമ്പോൾ ഇവിടെ സന്ദേശങ്ങളാണ്. ദൂതനെപ്പോഴും വഹിച്ചുകൊണ്ട് പോകുന്ന എന്താണ്? സന്ദേശങ്ങളാണ്. അപ്പോൾ ഹവിസ് നമ്മുടെ സന്ദേശങ്ങൾ, നമ്മൾ സംസാരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, നമ്മളെ പടം പിടിച്ചു കഴിഞ്ഞാൽ ആ പടങ്ങൾ, അതെല്ലാം ആരാണ് വഹിച്ചുകൊണ്ട് പോകുന്നത്? അഗ്നിയാണ് വഹിച്ചു കൊണ്ടുപോകുന്നത്. അഗ്നി എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇവിടെ ശബ്ദം തന്നെ ശബ്ദോർജമാണ്. വെളിച്ചം ലൈറ്റ് എനർജിയാണ്. അതാണ് കാണാനെല്ലാം സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് നമ്മൾ ക്യാമറയിൽ, മൊബൈലിലെല്ലാം സന്ദേശം കൈമാറാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സന്ദേശങ്ങളെ വഹിച്ചു കൊണ്ടുപോകുക, അതാണ് ഹവിസ്. ഹവിസ് വീട്ടിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഉപകരണങ്ങളാണ് ഇതെല്ലാം. മൊബൈലും മറ്റേ ഫോണും അതും ഇതും എല്ലാം, TV എല്ലാം, അവിടെ എല്ലാം തന്നെ സന്ദേശങ്ങൾ വഹിച്ചിട്ട് മറ്റുള്ള ദേവതകളിൽ എത്തിക്കുന്നു. ദേവത എന്ന് പറയുമ്പോൾ മൊബൈലാകാം, TV ആകാം, എല്ലാം ആളുകളാകാം, എല്ലാവർക്കും സന്ദേശം, എത്ര ദൂരെയും സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ട് കൊടുക്കുന്നത് അഗ്നിയാണ്. അതിലൂടെ ആ ഭവനത്തിൻ്റെ യജ്ഞം ആഗ്രഹപൂർത്തി നേടുന്നു. അതിലൂടെ അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് സാധിക്കുന്നു. ആ സന്ദേശങ്ങളിലൂടെ നമ്മൾ പലതും സാധിക്കുന്നുണ്ട്. നമ്മളിപ്പം വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന റിമോട്ട് ഉപയോഗിച്ചിട്ട് എഴുന്നേറ്റ് പോയിട്ട് ഓഫാക്കുന്നതിന് പകരം ഇവിടുന്ന് റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഒരു സന്ദേശം അങ്ങ് അമേരിക്കയിൽ ആരെങ്കിലും ബന്ധുക്കളെടുത്ത് പറയേണ്ടെങ്കിൽ ഫോണിലൂടെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാം. അപ്പം നമ്മുടെ എല്ലാ ആഗ്രഹപൂർത്തീകരണങ്ങളും, മറ്റുള്ള ദൂരെയുള്ളവരോട് സംസാരിക്കണം, അവരെ കാണണം, ഇതെല്ലാം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അഗ്നിയിലൂടെ, അഗ്നി എന്ന ദൂതനിലൂടെ. ദൂതൻ എന്ന് പറഞ്ഞാൽ സന്ദേശം കൈമാറുന്ന അഗ്നി. അതെന്താണ്? ശബ്ദോർജമാണ്, ലൈറ്റ് എനർജിയാണ്. ലൈറ്റ് രൂപത്തിൽ ദൂരെയുള്ള നമുക്ക് കാണാം, ശബ്ദം ദൂരെയുള്ള വിളിച്ചു പറയാം. അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചിട്ട് ഉപകരണങ്ങളിലൂടെയും ട്രാൻസ്മിറ്റ് ചെയ്യുക. ഉപകരണങ്ങൾ, ഇലക്ട്രോ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് എല്ലാം. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 74-5. തമിത്സു
ഹവ്യം അങ്കിരസ്സു ദേവം സഹസോയഹോ ജന ആഹൂസു ബർഹിഷം. അഗ്നി യജമാനനെ സുന്ദരമായ ഹവിസിനാൽ യുക്തനും സുന്ദരന്മാരായ ദേവതകളാലും സുന്ദരമായ യജ്ഞത്താലും പൂർണ്ണനാക്കുന്നു. ശക്തിപുത്രനാണ്. ശക്തി ഉപയോഗിച്ചിട്ടാണ് അഗ്നി ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? ഒരസിയാൽ തീ ഉണ്ടാവും. മാഗ്നറ്റിൻ്റെ ഇടക്ക്, ഫ്ലക്സിൻ്റെ ഇടക്ക് മാഗ്നറ്റ് കോയിൽ കറക്കുമ്പോഴാണ് അവിടെ ഈ ശക്തി ഉപയോഗിച്ചിട്ട്, ഏത് ശക്തി? മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റാം. ഇപ്പം എല്ലാം ശക്തി ഉപയോഗിച്ചിട്ട്, ഇപ്പം വെള്ളത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം ശക്തി ഉപയോഗിച്ചിട്ടാണ്. അഗ്നി ശക്തിപുത്രനാണ്. നമ്മൾ ശക്തി ഉപയോഗിച്ചിട്ട് അഗ്നി പ്രൊഡ്യൂസ് ചെയ്യും. ഒരസിയിട്ടാണ് തീ ഉണ്ടാക്കുന്നത്. അവിടെ ഈ ശക്തിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ശക്തി ഉപയോഗിച്ച് ശക്തിയുടെ പുത്രനാണ് അഗ്നി. ഇത് സുന്ദരമായ ഹവിസ്സിനാൽ യുക്തനാണ്. സുന്ദരമായ ഹവിസ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഗ്നിയെല്ലാം ഉണ്ടാക്കുന്നത്. സുന്ദരമായ ഹവിസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്സ് എല്ലാം, സുന്ദരമായ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് ജനറേറ്ററിൻ്റെ കോയിൽ കറങ്ങുമ്പോഴാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. അപ്പം സുന്ദരമായ ഹവിസുകൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഫ്ലക്സ് ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഇൻഡ്യൂസ് ചെയ്യും കറണ്ട് മറ്റുള്ള കോയിലുകളിൽ. അത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെല്ലാം വരുന്നതാണ്. അങ്ങനത്തെ ഹവിസുകളെല്ലാം, നമ്മൾ കൊടുക്കുന്ന ഹവിസുകളെല്ലാം സുന്ദരമാണ്. അത്തരം ഹവിസുകൾ ഞാൻ സുന്ദരമായ ഹവിസിനാൽ മുക്തനാണ്. യജമാനൻ്റെ സുന്ദരമായ യജ്ഞത്തെ പൂർത്തീകരിക്കുന്നു. അങ്ങനെയുള്ള സുന്ദരമായ യജ്ഞങ്ങളെല്ലാം, ആ സുന്ദരമായ യജ്ഞങ്ങൾ ഏതെല്ലാമാണ്? റേഡിയോ, ടി വി, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതെല്ലാം സുന്ദരമായ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എല്ലാം സുന്ദരമായ എനർജിയുടെ രൂപങ്ങളാണ്. ഇനി നമുക്ക് ആറാമത്തെ മന്ത്രത്തിലേക്ക്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 74-6. ആജവഹാസി താമിഹ ദേവാം ഉപപ്രശസ്തയേ ഹവ്യാശുശ്ചന്ദ്ര വീതയേ. ദേവതകളെ സ്തുതികൾ ശ്രവിക്കുന്നതിനും ഹവിസ് സ്വീകരിക്കുന്നതിനും വേണ്ടി ഇവിടേക്ക് ആനയിക്കാൻ അഗ്നിയോട് അപേക്ഷിക്കുന്നു. സുഖം നൽകുന്നതാണ്. അഗ്നി സുഖം നൽകുക എന്ന് പറഞ്ഞാൽ നമുക്ക് തണുപ്പുള്ളപ്പോൾ ചൂട് കായാം. ഏറ്റവും ലളിതമായ ഉദാഹരണം, തണുപ്പുള്ളപ്പോൾ അടുപ്പിൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നല്ല സുഖം നൽകും. ചൂടുള്ള നേരം ഫാനിൻ്റെ അടിയിൽ, അവിടെയും ഊർജ്ജമാണല്ലോ ഫാനിനെ കറക്കുന്നത്. അല്ലെ എ സി എല്ലാം ഊർജത്തിൻ്റെ തന്നെ വേറെ രൂപത്തിലുള്ള ഉപയോഗമാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, നല്ല സുഖമുള്ള ഭക്ഷണം കിട്ടും അഗ്നി ഉപയോഗിച്ചിട്ട് പാകം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നമുക്കെല്ലാ സുഖങ്ങളും നൽകുന്നത് അഗ്നി തന്നെയാണ്. അവൻ സ്തുതികൾ ശ്രവിക്കും. അതിനെന്ത് വേണം? നമ്മൾ ശാസ്ത്രീയമായ ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിക്കണം. ശാസ്ത്രീയമായ ശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഗ്നി നമ്മൾ പറയുന്ന മാതിരി കാര്യങ്ങൾ നമുക്ക് എന്താക്കി മാറ്റിത്തരണോ, നമ്മൾ എന്ത് ആഗ്രഹങ്ങൾ സാധിക്കണോ അത് സാധിപ്പിച്ചു തരും. പക്ഷേ അഗ്നിയെ ഉപയോഗിക്കണം, ശാസ്ത്രീയമായി സ്തുതികളുടെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കണം. അപ്പോഴവൻ ഹവിസ് സ്വീകരിക്കും. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ആ ഹവിസ്, ആ ഇൻപുട്ട് അവൻ സ്വീകരിച്ചിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റിത്തരും. അത് പ്രൊഡക്റ്റും ആകാം, സർവീസും ആകാം. അതിനായിട്ട് ഇവിടേക്ക് ആനയിക്കുക. അതിനായിട്ട് അഗ്നി എന്ത് വേണം? നമ്മളെ യജ്ഞസ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുവരണം. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 74-7. നയോ ഉപബ്ധിർ അശ്വ ശൃണ്വേരഥസ്യ കച്ചന യദഗ്നേയാസി ദൂത്യം. അഗ്നി ദൂതനായി പോകുമ്പോൾ അവൻ്റെ ഓടുന്ന രഥത്തിൻ്റെയും അശ്വങ്ങളുടെയും ശബ്ദം കേൾക്കുന്നില്ല. അഗ്നി ദൂതനായി പോകുമ്പോൾ അതിൻ്റെ രഥത്തിൻ്റെയും
കുതിരയുടെ ഈ ശബ്ദം കേൾക്കില്ല. അഗ്നി ദൂതനായിട്ട് പോകുമ്പോൾ, ദൂതൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉപകരണത്തിലാണ്, റേഡിയോ, ടി വിയിൽ, ഫോണ്, ഇതിലൂടെയെല്ലാം അഗ്നിയെ നമ്മൾ സന്ദേശങ്ങളായിട്ട് കൈമാറാൻ ഉപയോഗിക്കുന്നത്. ഫോൺ ഉപയോഗിച്ച്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയോയിലൂടെ, ടി വിയിലൂടെ, മൊബൈലിലൂടെ എല്ലാം നമ്മൾ സന്ദേശങ്ങൾ കൈമാറുകയാണ്. അപ്പോൾ അഗ്നി എന്ത് ചെയ്യുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന രൂപത്തിലുള്ള അഗ്നി നമ്മളെ സന്ദേശങ്ങൾ കൈമാറിയിട്ട് എത്തേണ്ടടുത്ത് എത്തിക്കുന്നു. അങ്ങനെ അത് സഞ്ചരിക്കുമ്പോൾ, സഞ്ചരിക്കുക എന്ന് പറയുന്ന ആൾ രഥത്തിൽ സഞ്ചരിക്കുന്ന ആ രഥത്തിൻ്റെയും അതിനെ വലിച്ചു കൊണ്ടുപോകുന്ന കുതിരയുടെയും ശബ്ദം കേൾക്കുന്നില്ല. നമുക്കറിയാം ഇതിലൂടെ ഏതെല്ലാം സിഗ്നൽ പോകുന്നുണ്ട്, എത്രയാൾ ഫോണിലൂടെ സംസാരിക്കുന്ന സിഗ്നലെല്ലാം നമ്മുടെ ഈ അന്തരീക്ഷത്തിലൂടെയാണ് പോകുന്നത്. അഗ്നിയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന രൂപത്തിലുള്ള അഗ്നിയാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. ആ വലിച്ചു കൊണ്ടുപോകുന്ന ആ ശബ്ദമൊന്നും നമുക്ക് കേൾക്കാൻ, ഇങ്ങനെ ഇതിലൂടെ പോകുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ കുതിരയുടെ ശബ്ദമോ രഥത്തിൻ്റെ ശബ്ദമോ ഒന്നും നമ്മൾ കേൾക്കുന്നേയില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന നിലയിൽ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി അഗ്നിയെ ഉപയോഗിക്കുമ്പോൾ അത് ഒരു ശബ്ദവും ഇല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പം പോസ്റ്റ്മാൻ ഒരു സന്ദേശം കൈമാറുകയാണെങ്കിലും വാതിൽ വന്ന് മുട്ടും, അല്ലെങ്കിൽ സൈക്കിളിൻ്റെ ഒച്ചയെല്ലാം കേൾക്കാം, നടന്നു വരുന്ന ഒച്ച കേൾക്കാം. പക്ഷേ മൊബൈലിലൂടെ സന്ദേശം കൈമാറുമ്പോൾ ആ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒച്ചയൊന്നും കേൾക്കില്ല. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 74 8 ദ്യോതോ വാജ്യഹ്രയോഭി പൂർവസ്മാദപര പ്രദാശ്വാമഗ്നേ അസ്താത്. ആദ്യം അരക്ഷിതനായിരുന്ന യജമാനൻ അഗ്നിയാൽ രക്ഷിക്കപ്പെട്ടവനായതിനു ശേഷം ബലയുക്തനും സാഹസിയും ആയി അഭിവൃദ്ധി പ്രാപിക്കുന്നു. രക്ഷിതനായ യജമാനനെ നീ ബലവാനും സാഹസിയുമാക്കി മാറ്റുന്നു. നമ്മൾ എത്ര ബലമില്ലാത്തവനായാലും അഗ്നിയുടെ സഹായമുണ്ടെങ്കിൽ നമുക്ക് ശക്തി കിട്ടും. എത്ര വലിയ, ഇപ്പം സിംഹം പോലും നമ്മളെ നേരെ ചാടി വരികയാണെങ്കിൽ അതിനെ എതിരിടാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ട് നേരിടും. എങ്ങനെ? നമ്മൾ ബലവാനാകും. അല്ല നമ്മളെ കൈ കൊണ്ട് ഇടിച്ചിട്ട് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അത് സിനിമയിലേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ വേണ്ട? തോക്കെടുത്താൽ മതി. തോക്ക് അഗ്നിയല്ലേ, വെടിവെച്ച് കഴിഞ്ഞാൽ അപ്പം അത് ചത്ത് വീഴും. അപ്പം നമുക്ക് ശക്തിയാണ്. അപ്പം നമുക്ക് ആയുധങ്ങൾ, നമുക്ക് എത്ര വീക്ക്നെസ് ഉണ്ടായാലും ഈ അഗ്നിയുടെ സഹായമുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? ബലവാനാകാം, സാഹസിയുമാണ്. എന്ത് സാഹസവും ചെയ്യാം. ചന്ദ്രനിലേക്ക് തന്നെ നമുക്ക് പോവാം അഗ്നിയുടെ സഹായം ഉണ്ടെങ്കിൽ. റോക്കറ്റ് കയറ്റി നമ്മളവിടെ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ എത്ര ബലമില്ലാത്തവനായാലും നമ്മൾ എന്താക്കും? യജമാനനെ അവൻ സാഹസിയാക്കും, ബലവാനും ആക്കും. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 74 9 ഉദദ്യുമത്സു വീര്യം ബൃഹദഗ്നേ വിവാസസി ദേവേഭ്യോ ദേവദാശുഷേ. അഗ്നി ഹവിർദാതാവിന് വേണ്ടി മനോഹരമായ തേജസ്സും ബലവും ദേവതകളിൽ നിന്ന് നേടിയിരിക്കുന്നു. അഗ്നി ദേവതകളിലൂടെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് യജമാനന് തേജസ്സും ബലവും നൽകും. അഗ്നി ഏതുപയോഗിച്ചുകൊണ്ട്, ഏത് ദേവതയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെളിച്ചം തരും? നമ്മൾ എണ്ണയെടുത്ത് വിളക്കിലൊഴിച്ച് തിരിയൂട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ആ ദേവതകളെ ഉപയോഗിച്ചുകൊണ്ട് അഗ്നി നമുക്കെന്ത് തരും? പ്രകാശം തരും, ബലവും തരും. ബലം എങ്ങനെയാണ്? നമ്മൾ ഒരു തോക്ക് ദേവതയാണ്, തോക്കിൻ്റെ അകത്തുള്ള ഉണ്ട ദേവതയാണ്. അതിനെ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്നും വരുന്ന അഗ്നി, ഊർജം,
ശത്രുവിനെ കൊന്നു തരും. അപ്പോൾ അത് നമ്മളെ തേജസ്വിയാക്കും, ബലവാനുമാക്കും. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. അപ്പോൾ അഗ്നി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ബലമില്ലാത്തവനാണെങ്കിലും നമ്മൾ ബലവാനാകും. തേജസ്, അപ്പോഴാണ് നമ്മളെ തേജസ് ഉയരുന്നത്. നമ്മൾ എല്ലാത്തിനെയും നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പം തേജസ്വിയാക്കി മാറ്റും. നമ്മുടെ ഉള്ളിലുള്ള ഭക്ഷണം തന്നെ ഊർജമാണ്. ആ ഊർജമാണ് നമ്മൾ തേജസ്സായിട്ട് പ്രകടമാകുന്നത്. ഭക്ഷണം കഴിക്കാതെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. നല്ല ശരിക്കും കഴിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ തേജസ്സും അതിനനുസരിച്ച് വർദ്ധിക്കും.